ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുങ്ങിയ മൈ ഡ്രീംസ്. ഇപ്പോൾ ഒരു 3-4 ദിവസം മുമ്പായിട്ട് ഞാനൊരു ഫിഷ് ഗ്രില്ലിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, പക്ഷേ എന്തുകൊണ്ടോ എനിക്കത് സാധിച്ചില്ല. അപ്പോൾ ഫിഷ് ഗ്രില്ലല്ല, നല്ലൊരു ഫിഷ് അൽഫാമിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിനായി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നല്ല ദശക്കട്ടിയുള്ള ഒരു ഫിഷാണ്. ഞാനിവിടെ റോഹു എന്ന് പറഞ്ഞൊരു ഫിഷാണ് എടുത്തിരിക്കുന്നത്. അത് ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞെടുക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റിൽ നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇത് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാഴയിലയിൽ ചോറുണ്ടണമെന്ന് പറഞ്ഞ് ഒരു ദിവസം അങ്ങനെ ചോറുണ്ടതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണ്ടവർ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇനി നമുക്ക് മസാലയുടെ കൂട്ടിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 5-6 ഉള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പാകത്തിന് ഉപ്പ്, പിന്നെ ഒരു മാഗിയുടെ ചിക്കൻ ക്യൂബ്, 1 ടീസ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ കറിവേപ്പില പൊടി അല്ലെങ്കിൽ 5-6 കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണ ആവുന്നതാണ് നല്ലത്. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ബ്ലെൻഡ് ചെയ്ത ശേഷം നമ്മുടെ വരഞ്ഞു വെച്ചിരിക്കുന്ന ഫിഷ് പീസിൽ നന്നായിട്ട് പുരട്ടി കൊടുത്ത് ഒരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. മാരിനേറ്റ് ചെയ്ത ശേഷം വാഴയിലയിൽ പൊതിഞ്ഞ് ഒന്നില്ലെങ്കിൽ ചെറിയ കയറുകൊണ്ടോ അല്ലെങ്കിൽ വാഴയിലയുടെ നാരുകൊണ്ടോ നന്നായിട്ട് കെട്ടി സെക്യൂർ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റൗവിലെ ഫ്ലെയിമിൽ ഗ്രില്ല് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ച് ഗ്രില്ല് ചെയ്യുകയോ ചെയ്യാം. ഞാനിവിടെ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചാണ് ഗ്രില്ല് ചെയ്യുന്നത്. ഫ്ലെയിമിൽ വെച്ച് ഗ്രില്ല് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വാഴയില പെട്ടെന്ന് തന്നെ കത്തിപ്പോവും. ഇനി ഒരു സൈഡ് അത്യാവശ്യം നന്നായി കുക്ക് ചെയ്ത് കഴിയുമ്പോൾ മറിച്ച് വെച്ച് മറുഭാഗവും നന്നായിട്ട് കുക്ക് ചെയ്ത് ഫിഷ് വെൽ കുക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഗ്രില്ലിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ആവി പറക്കുന്ന ഫിഷ് അൽഫാം റെഡിയായി. ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഒരല്പം നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ പൊളിയായിരിക്കും. യു ലൈക്ക് ദ വീഡിയോ, ഇറ്റ്സ് മീ ഷാന സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.